താങ്കളെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. സാറിനെ പരിചയപ്പെടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. സാറിനെ നേരിട്ട് ഞാനിപ്പോഴാണ് കാണുന്നേ. ഒരുപാട് കേട്ടിട്ടുണ്ട് കറയില്ലാത്ത കർക്കശക്കാരനായ രാഷ്ട്രീയ നേതാവിനെ പറ്റി. ഈ രാഷ്ട്രീയക്കാരുടെ ഫാമിലിയെ പരിചയപ്പെടുന്ന പ്രോഗ്രാം ഫ്ലവേഴ്സ് ടിവിയിൽ ഉണ്ടായിരുന്നല്ലോ. സിദ്ധാർത്ഥ സാറിന്റെ കുടുംബത്തെ അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നമസ്കാരം മാഡം. നമസ്കാരം. ഇതാരാ? അമ്മേ, ഇതാ പ്രകാശ് മേനോൻ, ആക്ടർ. ആക്ടറോ? മൂവിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അയ്യോ, സിനിമയിൽ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. TV സീരിയലൊക്കെ അഭിനയിക്കുന്ന ചെറിയൊരു ആർട്ടിസ്റ്റാ. ഓ, സീരിയൽസ് ഒന്നും ഞാൻ കാണാറില്ല. ഈ വീട്ടിലങ്ങനെ സീരിയൽ വെക്കാൻ ഞാൻ സമ്മതിക്കാറുമില്ല. പ്രകാശ് മേനോൻ, ആ പറയുന്നൊന്നും കാര്യമാക്കണ്ട. സമൂഹത്തിൽ ഇത്തിരി വിലയുണ്ടെന്ന് ഭാവിക്കുന്നവരെല്ലാം ഇങ്ങനെ പറയും, സീരിയലൊക്കെ പുച്ഛമാണെന്ന്. പക്ഷേ ഒളിച്ചും പതുങ്ങിയും എല്ലാ സീരിയലും കാണും. സിദ്ധു, ഏയ്, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. സീത എന്ന് പറയുന്ന സീരിയല് നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടിട്ടില്ലേടോ. ഈ ചെക്കൻ നല്ല ആക്ടിംഗ് ആണെന്ന് പ്രഭാതനല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ, ഓ യെസ് യെസ്, ശരിയാ. ഈ അടുത്ത കാലത്ത് സീരിയൽസ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചതാ. ആ പറഞ്ഞത് ശരി. ഇപ്പൊ സീരിയലൊന്നും ഇല്ലേ? ഓ ഉണ്ട് മാഡം. വാസ്തവത്തിൽ സിദ്ധാർത്ഥൻ സാറിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രഭാവതി മാഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചോ? ആ. എങ്ങനെ? എന്റെ ഒരുപാട് കൂട്ടുകാര് മാഡത്തിന്റെ ശിഷ്യരായിട്ടുണ്ട്. ഓ, മാഡത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ അന്നത്തെ ആ TV ഷോയില് സിദ്ധാർത്ഥ് സാർ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇതുപോലൊരു അയൺ ലേഡിയാണ് സാറിന്റെ ജീവിതത്തിന്റെ കരുത്തും വിജയത്തിന്റെ ആണിക്കല്ലും ഒക്കെ. മാഡം, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പ്രകാശ് മേനോൻ ആള് സ്മാർട്ടാണല്ലോ. താങ്ക് യു മാഡം. ആ പ്രകാശ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.